പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ലക്ഷ്മി ജുവലറി ശ്രീകണ്ഠൻ നായർ ഷോ, കോ പവേർഡ് ബൈ കൈരളി TMD ആൻഡ് LLB.com. നിങ്ങൾക്കറിയാം, കേരളത്തിൽ മദ്യശാലകൾക്ക് ദൂരപരിധിയായി. അതോടെ പ്രശ്നങ്ങൾ കൂടുതൽ ഗൗരവമായി. ചാരായവും മദ്യവും ഒക്കെ വിട്ട് ആളുകൾ കടുത്ത ലഹരിയിലേക്ക് മാറി തുടങ്ങി എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ചെറുപ്പക്കാരും ഈ വഴിയിലാണ് എന്നറിയുമ്പോൾ നമ്മൾ കൂടുതൽ ആശങ്കപ്പെടുന്നു. നമ്മൾ പരിശോധിക്കുകയാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ ദുരന്ത ഫലങ്ങൾ. കഴിഞ്ഞ ആഴ്ച ഒരു ചർച്ച നിങ്ങൾ കണ്ടു. നമ്മുടെ പുതിയ തലമുറ മദ്യത്തിന് വിലക്ക് വന്നപ്പോൾ മറ്റൊരു വഴിയിലേക്ക് തിരിയുന്നതാണ് ചർച്ച ചെയ്തത്. ഇന്ന് അതിൻ്റെ അവസാന ഭാഗം. ഇത് കാണുന്നതിന് മുമ്പ് ഒരു ആമുഖമായി എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏറ്റവും ഗൗരവത്തോട് കാണേണ്ട ഒരു TV സംവാദമാണിത്. ഞാൻ അവതരിപ്പിക്കുന്നുകൊണ്ടല്ല, ഇതിലെ കാമ്പും കഴമ്പുള്ള പ്രശ്നം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ബി അറ്റൻറ്റീവ്. ഇപ്പം ഇവിടെ ഇരിക്കുന്നതിൽ പരിചയപ്പെടുത്തിയതിൽ 90% പേരും മദ്യവർജന പ്രസ്ഥാനക്കാരാണ്. മദ്യത്തിന് വേണ്ടി വാദിക്കാൻ ഞാനും പിന്നെ മദ്യപിക്കുന്ന ഒരാളുടെ പേര് പറഞ്ഞു. ഇദ്ദേഹം പറയുന്നത് ആൾക്കാരെ എക്സസൈസ് കുടിപ്പിച്ച് പഠിപ്പിക്കണം, മാന്യമായിട്ട് അങ്ങനെ കുടിക്കണം പഠിപ്പിക്കണം. മറ്റുള്ളവർ മനസ്സിലാക്കാതിരിക്കാൻ പച്ചവെള്ളം മാത്രമല്ല അല്പം വീഞ്ഞും കൂടെ കഴിക്കണമെന്ന് 1 തീമോഥെയോസ് 5:21 വാക്യം. കുടിക്കാത്ത നേരത്ത് കുറച്ച് ബൈബിളും വായിച്ചിട്ടുണ്ടെന്ന്, പക്ഷെ എന്നിട്ട് നന്നായിട്ടില്ല. എവിടെ പോയാലും വണ്ടിക്കൊല്ലം എനിക്ക് പ്രശ്നമല്ല, പോയി പേടി. ഇത് എത്ര വയസ്സിൽ തുടങ്ങി? എൻ്റെ വീട്ടിൽ പണ്ട് വാറ്റുണ്ടായിരുന്നു. ഞാൻ പാളയ കിടക്കുന്ന കാലം പോലെ ഞാൻ കിടന്ന് കരയുമ്പോൾ അമ്മ ഓരോ സ്പൂൺ പാളെ കിടന്ന് പറഞ്ഞിട്ട് കാര്യം. അങ്ങയുടെ കേന്ദ്രത്തിന് ട്രീറ്റ്മെന്റും ഉണ്ട്. ആൽക്കഹോളിസം എന്ന് പറയുന്ന ഒരു രോഗം കഴിച്ചില്ലെങ്കിൽ ഉള്ള രോഗം. താങ്കൾ കുടിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടി ലിറ്റർ കുടിച്ചാളാ ഒരാൾ. അതെ, ശരിയാണ്. ഞാൻ 36 വയസ്സ് വരെ കുടിച്ചു. മാനസാന്തരപ്പെട്ട് കാശുണ്ടാക്കാൻ വേണ്ടിയാ. മനുഷ്യനെ കുടിക്കാനല്ലേ വെച്ചേക്കുന്നേ. ഞാൻ മദ്യപിക്കുന്നതിന്റെ പേരിൽ എനിക്ക് ഒരു ബൈപ്പാസും ചെയ്യേണ്ടി വന്നിട്ടില്ല. തിരുമേനെ മദ്യപിച്ചോണ്ട് ബൈപ്പാസ് വന്നല്ല, മദ്യപിക്കാത്തോണ്ട് വന്നതാ. ഇവരെന്ന് പറഞ്ഞ് തീരുമാനിച്ചിറങ്ങിയിട്ടുള്ളതാ. 50% വീട്ടിലെ 50% മദ്യശാലയ്ക്ക്. എന്തൊരു നല്ല ഇക്വേഷൻ. ഒരു എമർജൻസി വല്ലതും നമ്മുടെ വീട്ടിലോ നമ്മുടെ നെയ്ബേഴ്സിന്റെ വീട്ടിൽ വന്നാൽ ഒരാളെ ആശുപത്രി കൊണ്ടുപോകാൻ പോലും പറ്റാത്തൊരു സ്ഥിതി. ഭയങ്കര ബഹളം ഉണ്ടാക്കി ഞങ്ങള്. അതെ, സമരമൊക്കെ നടത്തി. അപ്പൊ ഇന്നലെ ഷട്ടർ ഞങ്ങൾ താത്തു. ഒരു ബിവറേജിൽ നിന്ന് ഒരു കുപ്പി മേടിച്ചിട്ട് വന്ന് വീട്ടിൽ കൊണ്ടുവച്ച് കഴിക്കാനാണ്. അവിടെ വെച്ച് കഴിക്കണ്ടെങ്കിൽ അതിന് പോലീസിനെ പേടിപ്പിക്കണം. അല്ലാണ്ട് ബിവറേജിന് തന്നെ സമരം ചെയ്യില്ല. അത് നിയമം കയ്യിലെടുക്കണം. ഇതാണ് നമ്മുടെ ഉത്സവപ്പറമ്പിൽ ചെല്ലുമ്പോഴേ അല്ലെങ്കിൽ നമ്മുടെ റോഡിൽ കൂടെ പോകുമ്പോഴേ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ കാണിക്കണം. അപ്പൊ അവരും അത് ആസ്വദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡ് മദ്യപിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം 5 വർഷമായി ഇത് നിർത്തിയിട്ട്. ചില ഭർത്താക്കന്മാർ പറയുന്നുണ്ട് അവൾ ഒരുത്തിയ എന്നെ ഈ നിലയിൽ എത്തിച്ചെന്ന്. ശരിയായ മദ്യപാനിയുടെ കുടുംബത്തിൽ ഭാര്യയ്ക്ക് വളരെയധികം റോളുണ്ട്. പുറകില് കരഞ്ഞിരിക്കുന്ന ഒരു ഫാമിലി ഉണ്ട്, സങ്കടത്തോടെ ഇരിക്കുന്ന ഒരു ഭാര്യയുണ്ട്. ഇത് ആരും ശ്രദ്ധിക്കുന്നില്ല. സുപ്രീം കോടതി വിധി ഒരിക്കലും മദ്യഷോപ്പുകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി ചെയ്തതല്ല. സുപ്രീം കോടതി വിധി എന്ന് പറയുന്നത് കൃത്യമായ കണക്കുകളുടെ പിൻബലത്തിൽ വന്നതാണ്. മദ്യപാനന്തരം സംഭവിക്കുന്ന വാഹനാപകടങ്ങളും കുടുംബ ശൈഥില്യങ്ങളും കണക്കുകളുടെ വെളിച്ചത്തിലാണ് സുപ്രീം കോടതി വിധി. സുപ്രീം കോടതി വിധി ഒരിക്കലും മദ്യഷാപ്പുകളുടെ എണ്ണം കുറച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു വീക്ഷണത്തിൽ വന്നതല്ല എന്ന് ആ വിധി വായിക്കുന്ന ആർക്കും മനസ്സിലാകും. 500 മീറ്റർ മാറ്റുക അല്ലെങ്കിൽ റോഡിന്റെ ഉൾവശത്തേക്ക് കൊണ്ടുപോകുക എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതി പറഞ്ഞതുപോലെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനും സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. റിമൂവൽ ഓഫ് ലിക്കർ ഷോപ്സ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. റീഇൻസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടില്ല ഒരിക്കലും. റിമൂവൽ എന്നുള്ള വേറൊന്നും ജഡ്ജ്മെന്റ് ഇല്ല. ജഡ്ജ്മെന്റ് ഞാൻ വായിച്ചാണ്. അതിനകത്ത് 500 മീറ്റർ പരിധിയിലെ മദ്യഷാപ്പുകൾ, ലിക്കർ വെൻഡിംഗ് ഷോപ്പുകൾ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. രണ്ടാമത് ഇവിടെ പറഞ്ഞത് മദ്യത്തിന്റെ ലഭ്യത കുറഞ്ഞതുകൊണ്ട് കഞ്ചാവ് വിപണനത്തിലേക്ക് പോകുന്നു, വിൽപ്പനയിലേക്ക് പോകുന്നു, ഉപഭോഗത്തിലേക്ക് പോകുന്നു. ശുദ്ധ മണ്ടത്തരമാണത്. പുതിയ ലഹരികളിലേക്ക് പുതിയ തലമുറ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതിന്റെ ഒരു സൂചനയാണത്. അത് മാത്രമല്ല, കഞ്ചാവും ലഹരി വസ്തുക്കളും ഒക്കെ വിപണനം ചെയ്യാനും വിനിമയം ചെയ്യാനും ഉപയോഗിക്കാനും ഒക്കെ എളുപ്പമാണ്. മദ്യം ഉപയോഗിക്കുന്നതിനേക്കാൾ എളുപ്പമാണ്. തീർച്ചയായിട്ടും പുതിയ തലമുറ എന്ന് പറയുന്നത് അത് എളുപ്പത്തിൽ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, എളുപ്പത്തിൽ എങ്ങനെ ലഹരി പിടിക്കാൻ പറ്റും എന്നാണ് നോക്കുന്നത്. അതിൻ്റെ ഒരു പുതിയ തന്ത്രത്തിന്റെ ഭാഗമായി മാത്രമാണ് ഇവിടെ കഞ്ചാവ് ലോബി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇവിടെ ഞങ്ങൾ നിരന്തരം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പുതിയ തലമുറ പുതിയ ലഹരിയിലേക്ക് പോകുന്നുണ്ട്, സൂക്ഷിക്കണമെന്ന്. അത് വന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അംബികാപിള്ള പറഞ്ഞതുപോലെ മദ്യം കിട്ടാത്തവരല്ല കഞ്ചാവ് ഉപയോഗിക്കുന്നത്. കഞ്ചാവ് എന്ന് പറയുന്ന വ്യത്യസ്തമായൊരു മേഖലയാണ്. അത് ഉപയോഗിക്കുന്ന ആളുകൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. വളരെ രഹസ്യമായിട്ട് തന്നെ ഉപയോഗിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. കഞ്ചാവ് ഇവിടെ നിരോധിച്ചതാണ്. ഇപ്പൊ 1-ാം തീയതി മദ്യമില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ മദ്യം ഉപയോഗിക്കുന്ന 1-ാം തീയതിയാണ്.
ഇനി കള്ളുഷാപ്പുകൾ നിരോധിച്ച് ഞാൻ പറയട്ടെ ഒരുപാട് നിരോധനങ്ങൾ ചെയ്തതോടുകൂടി ഞങ്ങളുടെ സംഘടന മദ്യവർജന സമിതി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ 150 പേര് മദ്യപാനം നിർത്തി മദ്യവർജന സമിതി ഉണ്ടാക്കുകയും ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി വരുന്ന തലമുറ ആ തലമുറ മദ്യപിച്ച് നശിക്കരുത്, അവർക്ക് ബോധവൽക്കരണം. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഒരു കുടിയൻ ഇവിടെ ഇരിക്കുന്നു, ഇദ്ദേഹം സംസാരിച്ചു, ഇദ്ദേഹത്തെ മാറ്റേണ്ട ഇങ്ങനെയല്ല, ഇദ്ദേഹത്തെ ആദ്യം കൊണ്ടുപോകണം ഏതെങ്കിലും RCC ക്യാൻസർ സെൻ്റർ കൊണ്ട് കാണിക്കുക, ഞാൻ പറഞ്ഞോട്ടെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അദ്ദേഹം വെറുതെ ഇരിക്കുന്ന സമയത്താണ് മദ്യപിക്കാൻ തോന്നുന്നത്, ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മറ്റെന്തെങ്കിലും നല്ല പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവന്ന് ആ മനസാന്തരപ്പെടുത്തി ബോധവൽക്കരണത്തിലൂടെ മാറ്റുവാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ സംഘടന. 1-2 പേരുടെ കാര്യത്തിൽ ഒരു പക്ഷേ ഇത്തരം പരീക്ഷണങ്ങളൊക്കെ വിജയിക്കും. മദ്യത്തിന്റെ ലഭ്യത ഇവിടെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഏത് തരത്തിലുള്ള ലഹരി വസ്തുക്കളും ഇവിടെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടും വിൽക്കാനുള്ള അനുവാദം കൊടുത്തുകൊണ്ടും കുടിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടും ഇവിടെ പറഞ്ഞു റെസ്പോൺസിബിൾ ഡ്രിങ്കേഴ്സ് എന്ന്. റെസ്പോൺസിബിൾ ടു ഹും? സൊസൈറ്റിയോട് ബാധ്യതയില്ലാത്തവർ എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് കാണിക്കാൻ പോകുന്ന ജീവിതത്തോട്? സൊസൈറ്റിയോട് ബാധ്യതയില്ലേ? കുടുംബത്തോട് ബാധ്യതയില്ലേ? വരും തലമുറയോട് ബാധ്യതയില്ലേ? ഈ ബാധ്യതയൊന്നും ഇല്ലാത്തവർ റെസ്പോൺസിബിൾ ഡ്രിങ്കേഴ്സ് ആവുന്നത് എങ്ങനെ? എനിക്ക് ഈ സിദ്ധാന്തങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്ത് കോടതി ഇടപെട്ടിട്ട് ഇവിടുത്തെ ബാറുകൾ സ്വകാര്യ ബാറുകൾ പൂട്ടിയപ്പോൾ നമ്മുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീമാൻ രമേശ് ചെന്നിത്തല പറഞ്ഞത് കേരളത്തിൽ കുറ്റകൃത്യങ്ങളിൽ 25% കുറവ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെതായ മാറ്റങ്ങൾ കുടുംബ ബന്ധങ്ങളും ഡോക്ടറോട് ചോദിച്ചു നോക്കുക. എൻ്റെ ഹസ്ബൻഡ് ഒരു ഡോക്ടറാണ്. അദ്ദേഹം പറഞ്ഞ് അവരുടെ ആശുപത്രിയിൽ അവർക്ക് ഒരു പേഷ്യൻസിനെ നോക്കാൻ, അതുപോലെ തന്നെ KSRTCയിലെ കണ്ടക്ടർമാരും ഡ്രൈവർമാരും അതുപോലെ പൊതുജനങ്ങളുമായി ഇടപെട്ട ആളുകൾ അവരുടെ അന്നേരമുണ്ടായ മാറ്റത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. 25% കുറ്റകൃത്യങ്ങളിൽ കുറവ് വന്നിട്ടുണ്ട് എന്ന് അന്ന് മന്ത്രിസഭയാണ് പറഞ്ഞത്. സാറ് പറഞ്ഞു ബൈബിളിൽ ഒരു വാക്യമുണ്ട് മദ്യം അല്പം കഴിക്കാന്ന്. അത് മറുപടിയുണ്ട്. 57 പ്രാവശ്യം വിശുദ്ധ ബൈബിളിൽ മദ്യം കഴിക്കരുത് എന്ന് ഉപദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തെ കാര്യം, ഈ ജോലി പോയവർക്കെല്ലാം ജോലി കൊടുക്കാൻ സംവിധാനം ഗവൺമെന്റ് ഉണ്ടാക്കണം. ഞങ്ങൾ അതിനെതിരല്ല, അവർക്ക് ജോലി കൊടുക്കണം. ഞാൻ പറഞ്ഞു സാർ എൻ്റെ അനുഭവം ഞാൻ പറയാം. ഞാൻ 96 25,000 രൂപ ശമ്പളത്തിൽ ഒരു ബാറിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അസിസ്റ്റന്റ് മാനേജറായിട്ട് സമുദ്രയിൽ. അവിടെ 6 വർഷം ഞാൻ ജോലി ചെയ്തപ്പോൾ അവിടുത്തെ മദ്യം കഴിച്ച് ഇതുപോലെയുള്ള നിരവധി ആളുകൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ദൗത്യം അതല്ല, ഞാൻ ആ ജോലി വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഞാൻ പൊതുരംഗത്തേക്ക് വന്നയാളാണ്. മറ്റൊരു കാര്യം, ഞങ്ങൾ സമരം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? റെസിഡൻസ് അസോസിയേഷൻ കോതമംഗലത്തെ മില്ലുംപടിയിൽ 14 ദിവസം നിരാകാരത്തിലിരുന്നയാളാണ് ഞാൻ. മാതൃ റെസിഡൻസ് അസോസിയേഷൻ്റെ അകത്ത് ഒരു പലചരക്ക് കട 4 മണിക്ക് നിർത്തി 5 മണിക്ക് അവിടെ ബിവറേജിൻ്റെ ഔട്ട്ലെറ്റ് സ്ഥാപിച്ചപ്പോൾ അവിടുത്തെ അമ്മമാരും സഹോദരിമാരും അടക്കം പിള്ളേരടക്കം സമരത്തിൽ നിന്നപ്പോൾ ഞങ്ങൾ ആ സമരമുഖത്ത് നിന്ന് 14 ദിവസം ആ ബിവറേജ് ഔട്ട്ലെറ്റ് ഗവൺമെൻറ്റിന് അടയ്ക്കേണ്ടി വന്നു. ജനങ്ങളുടെ എതിരുള്ളിടത്താണ് ഞങ്ങൾ സമരമായി പോകുന്നത്. ഞങ്ങൾ ആരെയും ഉപദ്രവിക്കാൻ വേണ്ടിയല്ല. ഘട്ടം ഘട്ടമായി കേരളത്തിൽ മദ്യം നിരോധിക്കണമെന്ന് വാദിക്കുന്നവരാണ്. ഞങ്ങൾ ഒറ്റയടി നിർത്തും ഞങ്ങളാരും പറയുന്നില്ല. പക്ഷേ മദ്യം നിരോധിക്കുന്നതിൻ്റെ പേരിൽ മറ്റ് ലഹരി വസ്തു കടന്നു വരുന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ ഇവിടെ നാർക്കോട്ടിക് ഉണ്ട്, എക്സൈസ് ഉണ്ട്, പോലീസുണ്ട്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റിനൊക്കെ ലക്ഷം ശമ്പളം കൊടുക്കുമ്പോൾ ആ ഡ്യൂട്ടി അവർ ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ വർദ്ധിക്കുന്നത്. അങ്ങയുടെ അഭിപ്രായത്തിൽ ഈ ചാരായ നിരോധനം അല്ലെങ്കിൽ ഇങ്ങനെ മദ്യത്തിന്റെ ലഭ്യത കുറയുക, ഈ സമയത്ത് മറ്റ് ലഹരി മരുന്നുകൾ കമ്പോളത്തിലേക്ക് കടന്നു കയറുന്നുണ്ടോ? ഇപ്പൊ 720 ബാറുകൾ കേരളത്തിൽ ഒറ്റയടിക്ക് നിർത്തലാക്കുകയും ഇപ്പൊ ഈ കഴിഞ്ഞ വിധിയോടുകൂടി 1956 മദ്യശാലകൾ കേരളത്തിൽ നിർത്തലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സർവേ നടത്താതെ പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ എറണാകുളം ജില്ലയിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് 2015 229 മയക്കുമരുന്ന് കേസുകൾ എടുത്തപ്പോൾ 2016 അത് 393 ഇപ്പൊ ഈ 3 മാസം കൊണ്ട് 152 കേസുകൾ ജില്ലയിൽ എടുത്തു കഴിഞ്ഞു, ലഹരി മരുന്ന് കേസുകൾ മാത്രം. അപ്പൊ അത് കണക്കുകൾ സൂചിപ്പിക്കുന്നതിന്റെ വർധനയുണ്ട്. പക്ഷെ അത് മദ്യത്തിന്റെ ലഭ്യത കുറവാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് വർഷങ്ങളായിട്ടുള്ള ഒരു ശീലം ഒരൊറ്റ കോടതി വിധി കൊണ്ട് നിർത്തലാക്കി കളയാമെന്ന് നമ്മുടെ ഡോക്ടർക്ക് പറയാൻ പറ്റുമോ? കാരണം അത്രത്തോളം നമ്മൾ ഈ ജനങ്ങൾ ഘട്ടം ഘട്ടമായി എന്ന് പറയുന്നത് ഇപ്പൊ കേരള സമൂഹത്തിൽ അനുഭവിക്കുന്നത് ഘട്ടം ഘട്ടത്തിന് പകരം ഒരു ഫുൾ സ്റ്റോപ്പാണ് മദ്യപിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്നത്. സർക്കാർ പിന്നെ കയറ് പൊട്ടിയ പട്ടം പോലെ പണത്തിന് വേണ്ടി അലയുന്നത് പോലെ തന്നെ മദ്യപിക്കുന്ന ആൾക്കാർ മദ്യത്തിന് വേണ്ടി അലയുന്ന അവസ്ഥയാണ്. ഇത് എവിടെയെങ്കിലും കൊണ്ടൊന്ന് തുരുകി കേട്ടിട്ട് ഒന്ന് സപ്ലൈ തുടങ്ങണം എന്നുള്ള അർത്ഥത്തിൽ ഏതെങ്കിലും റെസിഡൻസിൽ കൊണ്ടുപോയി വെക്കുന്ന സമയത്താണ് ഇവിടെ പ്രശ്നം വരുന്നത്. എന്നാൽ ഈ റെസിഡൻഷ്യൽ ഏരിയയിലോ സർവേ നടത്തി വളരെ നല്ല അറ്റ്മോസ്ഫിയറിലാണ് മദ്യം വിളമ്പുന്നുണ്ടെങ്കിൽ ഈ റെസിഡൻഷ്യൽ അസോസിയേഷനോ മറ്റ് ജനങ്ങളിൽ നിന്നും ഈ പരാതികൾ ഉയരില്ല. മദ്യപാനം എന്ന് പറയുന്നത് രോഗമാണ്. ഒരു ചെറിയ തിരുത്തവിടെയുണ്ട്. മദ്യപാനം രോഗമല്ല, മദ്യത്തിനോടുള്ള ആസക്തിയാണ് രോഗമായിട്ട് വരുന്നത്. ഈ രോഗം എന്ന് പറയുന്നത് ഇത് മനുഷ്യ മസ്തിഷ്കത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. മനുഷ്യൻ്റെ തലച്ചോറിൽ വരുന്ന ചില രാസമാറ്റങ്ങളും ചില ഇലക്ട്രിക്കൽ ചേഞ്ചസും കെമിക്കൽ ചേഞ്ചസും ഒക്കെയാണ് ഒരാളെ ഈ ആസക്തി രോഗത്തിലേക്ക് തള്ളിവിടുന്നത്. അപ്പോൾ അതിന് ചികിത്സിക്കാനായിട്ടുള്ള ശാസ്ത്രീയമായ സംവിധാനം ഒന്ന്. രണ്ടാമത് ഈ രോഗം വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗം.
അവിടെ നമ്മുടെ ഈ ചില സോഷ്യൽ പോളിസീസും ഗവൺമെൻറ്റിൻ്റെ ഡിസിഷനും സുപ്രീം കോടതി വിധികളും എല്ലാം പ്രസക്തമാണ്. ഈ 500 മീറ്ററും ഒക്കെ പ്രസക്തമാണ്. ഈ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ചില കാര്യങ്ങൾ, വ്യക്തമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങൾ, ഇതിൻ്റെ അവൈലബിലിറ്റി റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും അതിന് ശാസ്ത്രീയമായ തെളിവുകളുണ്ട്. അങ്ങയുടെ അഭിപ്രായത്തിൽ അങ്ങനെ ഡോക്ടർ എന്നുള്ളതിനെ കൂടുതൽ പഠിച്ചിട്ടുണ്ടാവുന്ന ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും പറയാണ്, ഈ ലഭ്യത കൊണ്ടാണ് കൂടുതൽ മദ്യപന്മാർ ഈ നാട്ടിൽ ഉണ്ടാകുന്നത് എന്നതിന് വല്ല തെളിവുണ്ട്? ഒരു ഘടകം അതാണ്. ലഭ്യത എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ഘടകമാണ്. പ്രത്യേകിച്ച് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ലഭ്യത, നമ്മുടെ സമൂഹത്തിൽ ഈ ഇതിന് കിട്ടിയിരിക്കുന്ന റെസ്പെക്റ്റബിലിറ്റി, സുഹൃത്തുക്കളുടെ സമ്മർദ്ദം, പല കാര്യങ്ങളും ചേർന്നിട്ടാണ് ഒരു വ്യക്തി അത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഈ മദ്യം അല്ലെ ലഹരി വസ്തു ഈ വ്യക്തിയുടെ തലച്ചോറിൽ ചെന്ന് ഈ തലച്ചോറ് ആസക്തിക്ക് സാധ്യതയുള്ള തലച്ചോറാണെന്നുണ്ടെങ്കിൽ ആസക്തി രോഗത്തിലേക്ക് വീണു പോകും. അപ്പോൾ ഇത് തുടങ്ങാതിരിക്കുക, അല്ലെ അതിലേക്കുള്ള അവൈലബിലിറ്റി, ആക്സസിബിലിറ്റി കുറയ്ക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു പബ്ലിക് ഹെൽത്ത് പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുമ്പോൾ, അത് പൊതുജനാരോഗ്യത്തിൻ്റെ ഒരു രീതിയിൽ നോക്കുമ്പോൾ അത് തീർച്ചയായിട്ടും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ മദ്യവും ലഹരിയും രണ്ടാണെന്നും അതിൻ്റെ അപകടത രണ്ടാണെന്നും മനസ്സിലാക്കാതെയാണ് എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നത്. മദ്യം വളരെ കുറച്ച് അപകടമേ ഉണ്ടാക്കത്തുള്ളൂ ലഹരിയെക്കാട്ടിലും. ഈ കഞ്ചാവ് കഴിക്കുക, അതിൽ കൂടുതൽ കഞ്ചാവിന് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുണ്ട്, ഉപയോഗിക്കുന്ന രീതികളൊക്കെ. അങ്ങനെ കഴിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. കുറച്ചളവ് കഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ കഴിക്കുമ്പോൾ കൂടുതൽ ഉണ്ടാവുന്നു. അല്ല, അതെ, ഇദ്ദേഹം നല്ലപോലെ കഴിക്കുന്ന ആളാന്ന് പറഞ്ഞില്ലേ? അദ്ദേഹം കൊന്നിട്ടില്ലല്ലോ. ഇങ്ങനെയുള്ള ആരോഗ്യസ്ഥിതി ഇല്ല. ലോകത്തിൽ ഒരു രാജ്യത്തും ഈ മദ്യനിരോധനം പൂർണ്ണമായി വിജയിച്ചിട്ടില്ല. 1900 ഇവിടെ കേരളത്തിൽ 1930 മുതൽ റെസ്പോൺസിബിൾ ഡ്രിങ്കർ എന്ന് പറഞ്ഞില്ല, അതെന്താണ് ചോദിച്ചത്? അതിന് കാര്യമുണ്ട്. കാരണം കഴിക്കലും വിഴുങ്ങലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. മദ്യം നമുക്ക് കഴിക്കാം. അല്ല, ഞാൻ മാഡം പറഞ്ഞ ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറയുന്നത്. ഞാൻ ചോദ്യം മുഴുമിപ്പിച്ചില്ല. ഉത്തരവാദിത്തം മദ്യപാനത്തിലെ അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് മദ്യപിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കരുത്. ചോദ്യം ചോദിക്കാനുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. ഉത്തരം പറയൂ. വിഷം കഴിച്ചാൽ മരിച്ചു പോകുന്നോ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി വിഷം കഴിക്കേണ്ട കാര്യം. മാത്രമല്ല, ഫിലിപ്പോസിന്റെ ചോദ്യം കേട്ടാൽ ആ മാഡം മദ്യപിക്കുന്ന എന്തൊരു നല്ല കാര്യം പോലെ. മദ്യത്തെ കുറിച്ചാണ് കൂടുതൽ ഇവിടെ ഇപ്പോൾ സംസാരിക്കുന്നത്. ലഹരിയെ കുറിച്ച് പറഞ്ഞില്ല. ഇദ്ദേഹം പറഞ്ഞ ഞാൻ അത് അംഗീകരിക്കുന്നു. കാരണം മദ്യത്തിന്റെ ഉപഭോഗം കുറയുന്നു, എന്നാൽ കുറയുന്നുണ്ട്. ജില്ലാ മദ്യവർജന സമിതിയുടെയും ഈ സംഘടനകളുടെയും ബോധവൽക്കരണത്തിലുള്ള കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ ഈ ഫിലിപ്പോസ് പറഞ്ഞതിലും വ്യത്യസ്തമായിട്ട്, അതായത് മദ്യവും മയക്കുമരുന്നും പുകയിലോൽപ്പന്നങ്ങളും ലഹരി തന്നെയാണ്. ഈ വ്യക്തികളെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് കുട്ടികൾ, ഇതൊക്കെ ആരായാലും ഈ പറയുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഞാൻ ജീവിതത്തിൽ ഒരു അഡിക്റ്റ് ആയിട്ട് ഇവരെ കാണിക്കുന്ന പോലെ ഒരു പാമ്പായിട്ട് നടക്കണം എന്ന് വിചാരിച്ചിട്ടല്ല. പക്ഷെ 10% മുതൽ 20% വ്യക്തികൾ അവരറിയാതെ തന്നെ ഈ അഡിക്റ്റ് ആവുന്നു. ഈ വ്യക്തികൾക്ക് ഇതിനകത്ത് യാതൊരു നിയന്ത്രണവും ഇല്ല എന്നുള്ളൊരു കാര്യം ഈ കുട്ടികൾ നമ്മൾ വ്യക്തമായിട്ട് ധരിപ്പിച്ചാൽ അവരിലേക്ക് തിരിയില്ല എന്ന് പറയുന്നത്. ഒന്ന്, ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന MDMA പോലുള്ള വസ്തുക്കൾ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഈവൻ ഷുഗർ പേഷ്യൻസ് ഉപയോഗിക്കുന്ന ന്യൂറോപ്പതിക്ക് കൊടുക്കുന്ന പോലുള്ള ടാബ്ലറ്റ്സ് വരെ കുട്ടികൾ ഉപയോഗിക്കുന്നു. ഒരു നമ്പനസ് കിട്ടാൻ വേണ്ടി, ഒരു സുഖം കിട്ടാൻ വേണ്ടി. പല ഡ്രഗ്സും ഒരു പ്രാവശ്യം പോലും ഉപയോഗിച്ച് അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഡ്രഗ്സ് ഇവിടെ ഉണ്ട്. കൊക്കൈൻ പോലുള്ള അല്ലെങ്കിൽ LSD പോലുള്ള ടാബ്ലറ്റ്സ് ഒക്കെ ഡ്രഗ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പോലും ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് പുറന്തള്ളപ്പെടാൻ 150 ദിവസം വേണം. നമ്മൾ ഏറ്റവും ലഘുവായിട്ട് കാണുന്ന കഞ്ചാവ് ഇവിടെ ലഘുവായിട്ട് കാണാൻ കാരണം ഇന്ന് കേരളത്തിൽ കഞ്ചാവിന്റെ കൃഷി ഇല്ല. കേരളത്തിൽ വളരെ വ്യാപകമായിട്ട് വളരെ വ്യാപകമായിട്ട് കഞ്ചാവ് ഇവിടെ വരുന്ന ഒറീസയിൽ നിന്ന്, ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. അതിവിടെ ഇടുക്കിയിൽ കൊണ്ടിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. ഈ കഞ്ചാവിനെ സംബന്ധിച്ച് THC ടെട്രാഹൈഡ്രോ കനാബിനോൾ എന്ന് പറഞ്ഞ വസ്തുവാണ് ഇതിനകത്ത് ലഹരി വരുന്നത്. ഒരു പ്രാവശ്യം നമ്മുടെ ശരീരത്തിൽ ഇത് ചെന്ന് കഴിഞ്ഞാൽ 5 mg ചെല്ലുകയാണെങ്കിൽ 30 ദിവസം എടുക്കും ഇത് പൂർണ്ണമായിട്ട് ശരീരത്തിൽ നിന്ന് പിന്തള്ളപ്പെടാനായിട്ട്. 24 മണിക്കൂറിൽ 50% പുറന്തള്ളപ്പെട്ടാൽ, അങ്ങനെ പുറന്തള്ളപ്പെട്ട് ആ വ്യക്തി 3-4 മാസത്തിനിടയ്ക്ക് 2-3 പ്രാവശ്യം ഉപയോഗിച്ചാൽ പോലും അഡിക്ഷൻ സ്റ്റേജിലേക്ക് വരുന്നു എന്നുള്ള സത്യാവസ്ഥ കുട്ടികളിലേക്ക്. പിന്നെ വീണ്ടും ഈ ഡി അഡിക്ഷൻ സെന്ററുകൾ നടത്തുന്ന അധ്യാപകരടക്കമുള്ളവരുടെ ഞാൻ പറയാനുള്ള ഒരു കാര്യം, ഈ ഡോക്ടർക്കും ഒരു കാര്യം, ഒരു വ്യക്തി മദ്യത്തിനോ മയക്കുമരുന്നോ ഈവൻ പുകയില ഉൽപ്പന്നങ്ങൾക്കോ അടിമയായി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ അത്ര എളുപ്പമല്ല.
ഇത് സക്സസ് റേറ്റ് പല ഡോക്ടർമാർ 60%, 40%, 50% ഒക്കെ പറയും മദ്യത്തിൻ്റെ കേസിൽ. ഡ്രഗിനെ സംബന്ധിച്ചുള്ള എനിക്ക് എൻ്റെ കയ്യിലുള്ള കണക്കുകളൊക്കെ അനുസരിച്ച് ബിലോ 20% ആണ് തിരിച്ചുവരവ്. കാരണം ആ വ്യക്തി മാത്രം വിചാരിച്ചപ്പോൾ ആ വ്യക്തിയായിട്ട് കൂടെ നിൽക്കുന്ന കുടുംബം, അവൻ്റെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, ഇവരുടെ ഒക്കെ പരിചരണവും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവൻ തിരിച്ചു വരുള്ളൂ സമൂഹത്തിലേക്ക്. അതുകൊണ്ട് നമുക്ക് ഡി അഡിക്ഷൻ സെൻ്റർ അല്ല വേണ്ട, അടുത്ത തലമുറ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഈ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ധാരണ കൊടുക്കണം. ഇത് നിങ്ങൾക്ക് ഒരു സുഖവും തരില്ല, ജീവിതത്തിൽ ഒരു തരത്തിലുള്ള പോഷകമൂല്യം നമുക്ക് തരുന്നില്ല എന്നും നമ്മളിൽ സ്വാഭാവികമുള്ള ഒരു എനർജിയും വർദ്ധിപ്പിക്കാനായിട്ട് ഇതിന് യാതൊരു കഴിവില്ല എന്നും 10 വർഷം സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ അവൻ്റെ ലൈംഗികമായുള്ള എല്ലാ പ്രവൃത്തി, പ്രത്യേകിച്ച് പുരുഷൻ്റെ ആ ഇറക്ഷൻ എന്ന് പറയുന്ന സാധനം മുഴുവനായിട്ട് നഷ്ടപ്പെടും എന്നുള്ള കാര്യം വ്യക്തമായിട്ട് സ്ഥിരമായിട്ട് മദ്യമോ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് ഉണ്ടെന്നുള്ള ഒരു സത്യാവസ്ഥ കുട്ടികളെ ബോധിപ്പിച്ചാൽ അവർ പോവില്ല എന്നല്ല. പലരും പറയുന്ന മദ്യനിരോധന സമിതിക്കാർ ബോധവൽക്കരണ കാര്യമില്ല, ഇത് മൊത്തം നിരോധിക്കണം എന്ന് പറഞ്ഞാൽ ഒരു എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥനുള്ള രീതിയിൽ എനിക്ക് അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റില്ല. ഘട്ടം ഘട്ടമായിട്ട് ലഭ്യത കുറയ്ക്കുകയും ഒപ്പം ബോധവൽക്കരണം. സാർ അങ്ങനെ പറഞ്ഞതിൽ യാതൊരു യോജിക്കാൻ പറ്റില്ല. എങ്ങനെ നമ്മുടെ നാടിനുണ്ടാകുന്ന ഒരു കാര്യം, ദോഷമാവുന്ന ഒരു കാര്യം ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അങ്ങനെ പറയണേ? കൊച്ചു കുട്ടികളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്ന് ഇവിടെ ശക്തിയുക്തം എല്ലാവരും പറയുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ഇതിൻ്റെ പരസ്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതാണ് സുപ്രീം കോടതി ചെയ്തത്. ഒരു കാര്യം, ഈ ബാറുകൾ നിർത്തിയപ്പോൾ ഈ മാന്യന്മാരെന്ന് പറഞ്ഞ് കുടിക്കാൻ പോകുന്ന ആളുകൾ അത് മാന്യതയല്ല എന്ന് ഈ സമൂഹത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞു. അതാണ് ബാർ നിർത്തിയോണ്ട് ഒരു ഗുണം. രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, തോമസ് ഐസക് പറഞ്ഞ പോലെ ഇവിടെ പൈസ ഇല്ല എന്ന് പറയുന്നത് ശുദ്ധ അബദ്ധമാണ്. കാരണം വെച്ചാൽ ഈ പൈസ എന്ത് ചെയ്യും? കിഴിയെട്ടി വീട്ടിൽ വെക്കുമോ? ആരും കിഴിയെട്ടി വീട്ടിൽ വെക്കില്ല. ഈ സാധനം കൊണ്ട് മറ്റ് പല സാധനങ്ങൾ വാങ്ങിക്കും. അങ്ങനെ വാങ്ങിക്കുമ്പോൾ അതിന് ടാക്സ് കിട്ടും. സർക്കാരിന് പല വിധത്തിലുള്ള എന്റർടൈൻമെന്റ് നടത്താം, അതിലൂടെ വരുമാനം ഉണ്ടാക്കാം. സാറേ, കേരളത്തില് ഈ ഇത്രയും മദ്യാസന പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാര്യം AK ആന്റണി ചാരായം നിരോധിച്ചുകൊണ്ടാണ്. അത് ചാരായം ഉണ്ടായിരുന്ന കാലത്ത് ആ സമയത്ത് ഒരാൾ മദ്യപിക്കണമെങ്കിൽ ചാരായം കുടിക്കുന്ന ആൾ ചാരായ ഷാപ്പിലേക്ക് പോകും, ബ്രാൻഡി കുടിക്കുന്ന ആൾ ബ്രാൻഡി ഷാപ്പിലേക്ക് പോകും, കള്ളു കുടിക്കുന്ന ആൾ കള്ളു ഷാപ്പിലേക്ക് പോകും. ചാരായം നിരോധിച്ചതോടുകൂടി ഇതെല്ലാം നമ്മുടെ വീടുകളിലേക്ക് വന്നു തുടങ്ങി. നമ്മളെ ചേച്ചിമാരൊക്കെ പറഞ്ഞ് ചേട്ടൻ ഇപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല, വീട്ടിലാണ് കുടിക്കണേന്ന് പറഞ്ഞ് ആ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കണ കുപ്പി കൊച്ചുമക്കൾ കുടിച്ചു തുടങ്ങി. ഇപ്പോൾ ഒരു കള്ള്, ഒരു ബ്രാൻഡി ഒരു അച്ഛൻ മകൻ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാർ അതിനെ തല്ലും. പക്ഷേ മറ്റേ ഈ പാൻ മസാല രണ്ടുപേരും കൂടി തിന്നാൽ ഒരു പ്രശ്നമില്ല, അറിയൂല. ഇത് ഭയങ്കര വിപത്താണ് ഇത്. അപ്പം നമ്മുടെ സമൂഹത്തിലുണ്ടാവുന്ന ഇത്തരം പ്രശ്നങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ നിരോധനം എന്ന വാദത്തോട് നമുക്ക് യോജിക്കാൻ പറ്റും. വെൽക്കം ബാക്ക് ടു ലക്ഷ്മി ജ്വല്ലറി ശ്രീകണ്ഠൻ നായർ ഷോ, കോ-പവേർഡ് ബൈ കൈരളി TMD and lullaby.com. സുപ്രീം കോടതിയുടെ വിധിന്യായം മദ്യവിരുദ്ധ കേരളം നെഞ്ചേറ്റിയിരിക്കുകയാണ്, യാതൊരു സംശയവുമില്ല. സുപ്രീം കോടതി വിധി മറികടക്കുന്നതിനായി, അട്ടിമറിക്കുന്നതിനായി അറ്റോർണി ജനറലിൻ്റെ ഉപദേശം തേടി ബഹുമാനപ്പെട്ട ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി വീണ്ടും പോയി. ഉണ്ടായത് എന്നാണെന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ വീണ്ടും പോയിരിക്കുകയാണ്. ഈ വിധി അട്ടിമറിക്കുവാനായിട്ടും എങ്ങനെയാണ് പാതയോര മദ്യശാലകൾ നിലനിർത്തേണ്ടത്, സംരക്ഷിക്കേണ്ടത് എന്നുള്ളതിൽ കുറുക്ക് വഴി ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട സർക്കാർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 500 മീറ്റർ മാറ്റി അകത്തേക്ക് മാറ്റി ജനവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി സ്ഥാപിച്ച് ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ ഹനിക്കാനൊന്നും കോടതി പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. യാതൊരു സംശയവുമില്ല. ഇല്ല സർ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടലാസെടുത്ത് കാണിക്കണം, വെറുതെ പറഞ്ഞാൽ പറ്റില്ല. എൻ്റെ കയ്യിൽ കോടതി ഉത്തരവുണ്ട്, ഞാൻ അതിനെ വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. ദയവ് ചെയ്ത് എനിക്ക് തോന്നിയ 1-2 അഭിപ്രായം, ഇപ്പോൾ സർക്കാർ ചില ഊടുവഴികൾ ചെയ്യുകയാണ്. പാതകൾ, അതായത് ദേശീയ സംസ്ഥാന പാതകൾ തരം താഴ്ത്തി, പദവി താഴ്ത്തി പാതയോരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതായ ഇപ്പോഴത്തെ മദ്യശാലകൾ സംരക്ഷിക്കുവാൻ നടത്തുന്നതായ നടപടി, ആ ശ്രമം ആത്മഹത്യാപരമാണെന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. അതുകൊണ്ട് കേരള മദ്യനിരോധന സമിതി എന്ത് വില കൊടുത്തും അത്തരത്തിലുള്ള നടപടികൾക്ക് കൂട്ടുനിൽക്കുക പ്രയാസമാണ്. ചരിത്രപരമായൊരു വിഡ്ഢിത്തമാണ് ബഹുമാനപ്പെട്ട കോടതി നടത്തുവാൻ പോകുന്നത്. നടത്തുന്നു എങ്കിൽ യാതൊരു സംശയവുമില്ല. വേറൊരു കാര്യം, ഒരു മിനിറ്റ്, കേരള മദ്യനിരോധന സമിതി 953 ദിവസം മലപ്പുറത്തും 716 ദിവസം കോട്ടയത്തും 118 ദിവസം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കലും ഒരു സമരം നടത്തിയാണ് റദ്ദ് ചെയ്തിരുന്നതായ പഞ്ചായത്ത് നഗരപാലിക നിയമത്തിലെ 232, 447 എന്ന, അതായത്
പ്രാദേശിക മദ്യനിരോധനത്തിനുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അവകാശങ്ങൾ റദ്ദ് ചെയ്തിരുന്നത് പുനഃസ്ഥാപിച്ചതും അത് നിർവീര്യമാക്കിയിരിക്കുകയാണ്. ആ 232, 447 പഞ്ചായത്ത് നഗരപാലിക നിയമത്തിലെ ആ നിയമം എടുത്തു മാറ്റുന്നത് സത്യം പറഞ്ഞ ഞാൻ വീണ്ടും ഒരു വാക്ക് അത് തന്നെ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതും ആത്മഹത്യാപരമാണ്. നമുക്ക് ആവശ്യം എന്താണ്? ശാന്തമായി സ്വൈര്യമായി ജീവിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. മദ്യവർജനം എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാരോപദേശമാണ്. മദ്യനയം എന്ന് പറയുന്നത് മദ്യനിരോധനം എന്ന് പറഞ്ഞാൽ അത് നയമായിട്ട് കണക്കാക്കാം. മദ്യവർജനം എന്ന് പറഞ്ഞാൽ ഞാൻ 40 വർഷം മൻമോഹൻ സാറിനോട് മത്സരിച്ചിട്ടുള്ളതാണ് വർത്തമാനത്തിൽ. മൻമോഹൻ സാറാണല്ലോ ഇതിന്റെ ആള്. ഈ മൻമോഹൻ സാറ് മദ്യനിരോധന വാദം നടത്തിയ കാലം മുതൽ അദ്ദേഹത്തിനോട് വർത്തമാനം പറഞ്ഞിട്ടുള്ളതാ. മദ്യനിരോധനത്തോട് ഞങ്ങൾ പൂർണ്ണമായി എതിരാണ്. പക്ഷേ മദ്യവർജനം എന്ന് പറഞ്ഞാൽ ഉപദേശം കൊണ്ട് തിരുത്തപ്പെടുക എന്നുള്ളതാണ്. ആ ഉപദേശമാണ് ആ ആളുകൾ മദ്യത്തിൽ നിന്ന് വിമുക്തനായി വരാൻ കഴിയുക. അത് ചെയ്യണമെന്നുള്ള ആഗ്രഹക്കാരനാണ് ഞാൻ. ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മജി വളരെ ശക്തമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. തീയിലേക്ക് ചാടാൻ പോകുന്ന ഒരു കുഞ്ഞിനെ ഉപദേശിച്ച മോനെ 6 മാസമോ 10 മാസമോ പ്രായമുള്ളൊരു കുഞ്ഞ് തീയിലേക്ക് ചാടാൻ പോകുമ്പോഴും അമ്മ ഇരുന്നുകൊണ്ട് നൊന്തുപറ്റ ഒരു അമ്മയെ ഉപദേശിക്കില്ല. മോനെ തീയാണ്, ചാടിയാൽ പൊള്ളും, ആശുപത്രി പോണ്ടി വരും, ചാവും ചിലപ്പോ എന്ന് ഉപദേശിച്ചോണ്ടിരിക്കില്ല. അവനെ പിടിച്ചു വലിച്ചു മാറ്റും. അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കണം. പൂട്ടില്ലാത്ത പെട്ടി പരിശുദ്ധനും കക്കും. ഇതിന്റെ ലഭ്യത കുറയ്ക്കണം. ആദ്യത, മാന്യത. ബഹുമാനപ്പെട്ട പിതാവ് പറഞ്ഞിരുന്നു എനിക്ക് ഒരു അഭിപ്രായമുണ്ട്. അത് 15/12/2016 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി കൃത്യമായിട്ട് അതിന്റെ ക്ലാരിഫിക്കേഷൻ 31/3/2017 വരികയും വൈകുന്നേരം 7 മണിക്ക് നിർദ്ദേശം തന്ന് അന്ന് രാത്രി തന്നെ കേരളത്തിലെ 1956 കള്ളുഷാപ്പുകൾ അടക്കമുള്ള മദ്യശാലകൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പൂട്ടി സെയിൽ വെച്ചിട്ടുണ്ട്. അതിനകത്ത് പിന്നീട് ഇപ്പൊ ഈ എറണാകുളം ജില്ലയിൽ 260ഓളം ഷാപ്പുകൾ പൂട്ടിയിൽ 20 ഷാപ്പുകളോളം ഈ കഴിഞ്ഞ ദിവസം ഞാൻ കൊടുത്തു. അത് വ്യക്തമായിട്ടുള്ള കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് ഗവൺമെന്റ് പോളിസി ഇവർ പറയുന്ന പോലെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഗവൺമെന്റ് പോളിസിക്ക് അകത്തുനിന്നുകൊണ്ടും കോടതി വിധികളെ വിമർശിക്കാതെ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നാളെ എല്ലാ ഷാപ്പുകളും ഇവിടെ പൂട്ടണമെന്ന് സുപ്രീം കോടതി പറയുമോ അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് പറഞ്ഞാൽ കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഒറ്റ ദിവസം കൊണ്ട് ഇത് പൂട്ടും. അത് പൂട്ടിയ ചരിത്രമുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് കേരളത്തിലെ എല്ലാ ചാരായ ഷാപ്പുകളും പൂട്ടി, ഒറ്റ ദിവസം കൊണ്ട് 720 ബാറുകളും പൂട്ടി, ഒറ്റ ദിവസം കൊണ്ട് 1956 ഷാപ്പ് പൂട്ടാൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ കരുത്തുണ്ട്. ആ ഒരു കാര്യത്തിൽ അത് അങ്ങനെ വിമർശിച്ചിട്ട് കാര്യമില്ല. ഇവിടെ കേരളത്തിൽ മൊത്തം മദ്യം കൊണ്ടുവരുന്നത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റാണ്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പല തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഇവിടെ ഉണ്ട് മദ്യത്തിന്. ഇപ്പം തന്നെ പ്രായത്തിൻ്റെ കാര്യങ്ങൾ അത് 21 വയസ്സായുള്ള കുട്ടികൾ കൊടുക്കാൻ പാടില്ലെന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ റെസിഡൻസ് ഏരിയ ഒന്നും പറഞ്ഞിട്ടില്ല, നിയമത്തിൽ പറയുന്നില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഡിക്ലെയർഡ് കോളനികൾ, അമ്പലങ്ങൾ, ഇങ്ങനെയുള്ള ഏതൊരു സ്ഥാപനത്തിൽ ഇത്ര ദൂരപരിധി വേണം. അതുപോലെ തന്നെ NOC വേണം. കള്ള് ഷാപ്പുകൾ 400 മീറ്റർ, മറ്റുള്ള ഷാപ്പുകളിൽ 200 മീറ്ററാണ്. അത് പാലിച്ച് തന്നെയാണ്. അതിലൊരു സംശയമുണ്ട്. അത് പാലിച്ച് തന്നെയാണ് ഇവിടെ മദ്യഷാപ്പുകൾ പ്രവർത്തിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഉദ്യോഗസ്ഥരെ നടപടിയുണ്ടോ? ബഹുമാനപ്പെട്ട കോറസ്പി ഗോപാൽ ഫുൾ ബഹുമാനത്തോടുകൂടി പറയാണ്. അദ്ദേഹം ഇവിടെ പറയുന്നു മദ്യനിരോധനം, മദ്യവർജനം ഒക്കെ പറയുന്നു. ഇവിടെ ക്രിസ്ത്യാനികൾ 75 ലക്ഷം ക്രിസ്ത്യാനികളുണ്ട്. അവർ നിരൂപിച്ചാൽ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും തീരും. കാരണം ഈ ബഹുമാനപ്പെട്ട കോറസ്പി ഗോപാലും അവരുടെ സമുദായം എല്ലാവരും തീരുമാനിക്കുക തൻ്റെ ഇടവയിലുള്ള ഒരുത്തരെ മദ്യപിക്കാൻ പാടില്ല, അല്ലെങ്കിൽ മദ്യപിച്ചാൽ അവൻ്റെ ഒരു കർമ്മങ്ങളും ചെയ്യല, അവനെ പള്ളി കയറ്റിയല്ല, അവൻ്റെ ശവം വെറുതെ കിടക്കുക. പിന്നെ ബൈബിളിൽ തന്നെ ഒരു വാക്കുണ്ട്, തൻ്റെ കണ്ണിൽ കോളിരിക്കെ മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കരുതെന്ന്. ആദ്യം ക്രിസ്ത്യ സമുദായം നന്നാകട്ടെ. ആദ്യം അവർ ഇവിടുത്തെ ക്രിസ്ത്യാനികളെ കുടിക്കുന്നവരെ ആരെയും പള്ളി കയറ്റിയാൽ അവന്റെ പൈസ പണ്ടാരത്തിൽ ഇടണ്ട. രണ്ടാമത് അവനെ ശവക്കുഴി കൊണ്ട് നടക്കാൻ നടക്കരുത്. അങ്ങനെ ചെയ്താൽ മതി. മുസ്ലിം സമുദായം എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ഫിലിപ്പോസ് ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഈ പള്ളികളിൽ വൈൻ ഉൽപ്പാദിപ്പിച്ച് ആൾക്കാർക്ക് കൊടുക്കുന്നത്, കുഞ്ഞുങ്ങൾക്ക് മുതൽ കൊടുക്കുന്നത്. അതിനെപ്പറ്റി അച്ഛൻ ഒരക്ഷരം ഇത്ര നേരമായിട്ട് മുണ്ടിട്ടില്ല. കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭം കുറിച്ചതായ ക്രൈസ്തവ സഭയുടെ ആചാര അനുഷ്ഠാനങ്ങളുടെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ് വിശുദ്ധമുള്ള കുർബാന. അത് കൂദാശകളുടെ കൂദാശയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ കുർബാനയ്ക്ക് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കറുത്ത മുന്തിരിങ്ങ പൊടിച്ചെടുത്ത് വെള്ളത്തിലിട്ട് പിറ്റേത് പിഴിഞ്ഞെടുക്കും. ഇപ്പോൾ കാലം മാറിയപ്പോൾ അത് മാറി. ഞങ്ങൾ 1 ഔൺസ് ശ്രദ്ധിച്ച് കേൾക്കണം, 1 ഔൺസ് അല്ലെങ്കിൽ 1.5 ഔൺസ് വീഞ്ഞെടുത്താൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, അത്രയും വെള്ളം കൂടി ചേർത്താണ് കുർബാനയിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഈ വൈൻ എന്ന് പറഞ്ഞാൽ ഈ 1.5 ഔൺസ് വൈൻ
1000 പേരോ 1500 പേരോ വിശുദ്ധ കുർബാന അനുഭവിക്കാൻ വന്നാൽ അതാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഒരു ഇറ്റ് പോലും ഒരു നാവത്ത് വെച്ച് കൊടുക്കാനുണ്ടാവില്ല. ഈ ഇത്രയും 2000 വർഷമായി ക്രൈസ്തവ സഭ ഈ ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഒരൊറ്റ മനുഷ്യൻ കുർബാന അനുഭവിച്ചിട്ട് നടുറോട്ടിൽ പോയി ഛർദ്ദിച്ച് ഓടയിൽ കിടന്നിട്ടുമില്ല. 1 ഔൺസ് വയലില് 1 ഔൺസ് അത്രയും വെള്ളം ചേർക്കണം എന്നാണ്. അതെ, നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ ബാറിൽ തന്നെ അതാ ചെയ്യുന്നത്. പറയുന്നുണ്ട് സ്റ്റെറിലിട്ട് ഇളക്കി വേണം കൊടുക്കാൻ. ഓക്കെ ഇത്രയൊക്കെ കേട്ടപ്പോ അംബിക മാമിന് എന്ത് തോന്നുന്നു? ചർച്ചയ്ക്ക് വന്ന എനിക്ക് അറിയണ്ടേ, നമ്മുടെ ഈ നാടില്ലേ കേരളം എന്ന് പറഞ്ഞൊരു നാട്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ? പക്ഷേ ഈ റൂട്ട് കോസ് എന്തുവാന്ന്, ലൈക്ക് why is this place full of drinkers? മാം, ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇതുവരെ പറയാത്തൊരു കാര്യമാണ്. അത് ഒരുപക്ഷെ ജോൺ അദ്ദേഹത്തിന് അറിയുമായിരിക്കും. ഈ മദ്യപന്മാർക്ക് ഉണ്ടാകുന്ന കുട്ടികൾ മനോരോഗികളാകുന്നതിനെ കുറിച്ചുള്ള റിസർച്ച് കേരളത്തിൽ നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് എനിക്കൊന്ന് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. കേരളത്തിൽ കൂടി വരുന്ന ഒരു ചെറിയ പ്രത്യേകത ഫീമെയിൽ ആൽക്കഹോളിസം, അതേപ്പറ്റിയും പറഞ്ഞില്ല. സ്ത്രീകൾ മദ്യപാനം നമ്മൾ നേരത്തെ അത്യപൂർവമായിരുന്നു, ഇപ്പൊ അങ്ങനെ അത്യപൂർവം മാത്രമല്ല ഡോക്ടർ, ഇപ്പോഴത്തെ ഒരു സാമൂഹിക ചുറ്റുപാടില്, അതായത് വീടുകളെ ക്ലബ്ബാക്കി മാറ്റുക, സുഹൃത്തുക്കളെല്ലാം കൂടെ വീട്ടിൽ കൂടി മദ്യപിക്കുക, ആ ഒരു സോഷ്യൽ മാത്രമല്ല ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഇടയിൽ സ്ഥിരമായിട്ട് പറഞ്ഞാൽ മദ്യപിക്കുക എന്നുള്ളത് ഒരു സോഷ്യൽ സ്റ്റാറ്റസ് പ്രോസസ്സായി മാറിയിട്ടുണ്ട്. അതിപ്പോ കല്യാണ വീടായാലും ശരി, ഒരു പാർട്ടി ആയാലും ശരി, അതില്ലെങ്കിൽ ആ പാർട്ടി ഒന്നും അല്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. പണ്ട് പുകവലിയിൽ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു, അത് പതുക്കെ നിരോധനം കൊണ്ടും ബോധവൽക്കരണം കൊണ്ടും മാറി. പക്ഷെ അതേപോലെ മദ്യത്തിന് ഇപ്പൊ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്, അതില്ലെങ്കിൽ നമ്മൾ ഒന്നും അല്ല എന്നുള്ളത്. പിന്നെ എനിക്ക് ഡോക്ടർ ഒരു കാര്യം കൂടെ പറയണം. കുറെ ആളുകൾക്ക് ഒരു തോന്നലുണ്ട്, ലൈംഗികമായ ശക്തി കൂട്ടാൻ മദ്യപിച്ചിട്ട് ചെല്ലുന്നത് നല്ലതാണെന്ന് ഒരു തോന്നലുണ്ട് ആൾക്കാർ. അതിനുള്ള മറുപടി അതിനകത്ത് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അതിനുള്ള മറുപടി വളരെ ഭംഗിയായിട്ട് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട് പണ്ട്. അതായത് ആൽക്കഹോൾ ഇൻക്രീസസ് ദ ഡിസയർ ബട്ട് ടേക്സ് അവേ ദ പെർഫോമൻസ്. ഈ മദ്യമായാലും മയക്കുമരുന്നായാലും താൽക്കാലികമായിട്ട് സ്റ്റിമുലന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ലോങ് ടൈമില് നമ്മളെ നശിപ്പിച്ചു കളയും. അതായത് ഒരു 100 വാട്ട് ബൾബിലേക്ക് 200 വാട്ട് കറണ്ട് കടത്തിവിട്ടാൽ നല്ല ശക്തിയായിട്ട് അത് തെളിയും. എത്ര പോയി 100 മണിക്കൂർ വർക്ക് ചെയ്യേണ്ട ആ ഫിലമെന്റ് ചിലപ്പോ 2 മിനിറ്റ് കൊണ്ട് അടിച്ചു പോകും. അത് ശ്രദ്ധിക്കുക. ഈ മദ്യത്തെക്കാൾ കൂടുതൽ ലൈംഗിക ശേഷി ഒരുപക്ഷെ ബാധിക്കുന്നത് ഇപ്പോൾ ഈ പുതിയ തരത്തിൽ വന്നിരിക്കുന്ന ലഹരിയാണ്. ഒരു വാക്ക് അതിനോടും കൂടെ ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ. ഇപ്പൊ ഈ മദ്യത്തിനൊരു നിയന്ത്രണം വന്നു, അതുകൊണ്ട് ഈ മറ്റ് ലഹരി വസ്തുക്കൾ കൂടുന്നു എന്ന് പറയുന്നതിനോട് ഒരു അപകടമുണ്ട്. അതിനകത്ത് ഒരു വസ്തുതയുണ്ട്. തീർച്ചയായിട്ടും കനാബിസും അതുപോലുള്ള മറ്റ് നമ്മൾ ഇതുവരെ കേൾക്കാത്ത കൊക്കൈനും ആംഫിറ്റമിനും ഒക്കെ കൂടി വരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ അതിൻ്റെ കാരണം മദ്യത്തിന് നിയന്ത്രണം വന്നുകൊണ്ടാണെന്ന് പറയുന്നതിനകത്ത് അബദ്ധമുണ്ട്. കാരണം അത് ലോകം മുഴുവൻ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്. ഇപ്പോൾ ഈ ആൽക്കഹോളിൻ്റെ ഉപയോഗം കുറഞ്ഞു വരികയും മറ്റ് വസ്തുക്കൾ കൂടുകയും ചെയ്യുന്നത്. അത് നമ്മുടെ പുതിയ ജനറേഷൻ്റെ അവരുടെ കാഴ്ചപ്പാടിൻ്റെയും അവരുടെ ലഹരിയോടുള്ള സമീപനത്തിൻ്റെയും ഒക്കെ തന്നെ ഒരു വ്യത്യാസമാണ്. പഴയ തലമുറയിലുള്ള വ്യക്തികൾ ഇഷ്ടപ്പെടുന്ന പാട്ടുകളല്ല, മെലഡീസ് അല്ല ഇന്നത്തെ തലമുറ ഇഷ്ടപ്പെടുന്നത്. അതുപോലെ മദ്യത്തിൽ നിന്ന് കിട്ടുന്ന കിക്കല്ല മറ്റ് പല തരത്തിലുള്ള കിക്കുകൾ അവർ പരീക്ഷിച്ച് നോക്കുന്നു. അതിനുള്ള അവൈലബിലിറ്റി ഉണ്ട്. ഇൻ്റർനെറ്റിലും മറ്റ് പല മാധ്യമങ്ങളിലും പ്രത്യേകിച്ച് കനാബിസിൻ്റെ ഒക്കെ ഉപയോഗത്തെ സാധൂകരിക്കുന്ന രീതിയിലും വളരെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലും ഒക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലെല്ലാം ഈ യുവതലമുറ തെറ്റിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ മദ്യത്തിൻ്റെ ലഭ്യത കുറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഇതിന് സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് വരുന്നു എന്ന് നമ്മൾ ജനറലൈസ് ചെയ്യാതെ പഠനം നടത്താതെ നമ്മൾ പറയുന്നതിനകത്ത് അപകടമുണ്ട്. അതേസമയം നമ്മളിത് ശ്രദ്ധിക്കുകയും ചെയ്യണം. മദ്യവർജനമായാലും മദ്യനിരോധനമായാലും ലഹരി നിയന്ത്രണമായാലും സുപ്രീം കോടതി വിധിയായാലും നമ്മളെല്ലാം എത്തുന്നത് ഒരു പോയിന്റിലേക്കാണെന്ന് ആരും തിരിച്ചറിയാതെ പോകരുത്. നമ്മുടെ സൊസൈറ്റി നശിക്കുകയാണ്, നമ്മുടെ പുതിയ തലമുറ നശിക്കുകയാണ്. ഇതിന് പരിഹാരം എന്ന് പറയുന്നത് ഏത് വിധത്തിലായിരുന്നാലും നമ്മളിപ്പോൾ തോളോട് തോൾ ചേർന്ന് നിൽക്കുകയാണ് വേണ്ടത്, തമ്മിലടിക്കുകയല്ല. ഒരു പ്രസ്ഥാനക്കാരും ഒരു സഭയെയും അപമാനിച്ചുകൊണ്ടോ കളങ്കപ്പെടുത്തിക്കൊണ്ടോ സംസാരിക്കുകയല്ല വേണ്ടത്. നമ്മളുടെയൊക്കെ ലക്ഷ്യം ഒന്നാണ്, നമ്മളുടെയൊക്കെ വഴികളും ഒന്നാകണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഒത്തൊരുമിച്ച് നിൽക്കേണ്ടതെന്നാണ് പറയാനുള്ളത്. കേട്ടപ്പം അനീഷ് കുറെ ലോകമൊക്കെ കണ്ട ഒരാളാണല്ലേ, കുറെ ചുറ്റി നടന്നു ഈ വേഷമൊക്കെ ചെയ്തു, ജീവിതത്തിൽ അത്യാവശ്യം മദ്യപന്മാരെ കൊണ്ട് ജീവിച്ചു പോകുന്നൊരു അവസ്ഥയായി. അപ്പൊ ഇത് എല്ലാം ഇവരുടെ വേദനയിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണെന്ന് കരുതി ഈ രംഗം വിടാൻ ഉദ്ദേശമുണ്ടോ? ഇപ്പൊ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് അതെന്തായാലും കിട്ടും. അതേ ഒരു പ്രതിഭയാണ്, ആ കാര്യത്തിൽ അറിയപ്പെട്ടൊരു പ്രതിഭയാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് നമ്മളിങ്ങനെ കാണുമ്പോൾ 20 വർഷമായിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ട്. 20 വർഷമായിട്ട് നമ്മൾ ഈ കള്ളുടിനെ തന്നെ കാണിക്കുന്നുണ്ട്, മറ്റ് സ്കിറ്റുകളും ചെയ്യുന്നുണ്ട്. ഇതിനൊരു പ്രത്യേക കൈയടി കിട്ടുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ സമൂഹത്തിന്റെ മദ്യപാനത്തിലുള്ള കൂടുതലുള്ള ആസക്തി കൊണ്ട് തന്നെയാണ്. ഇതിനൊരു പ്രത്യേകത ഉണ്ടാകുന്നത്. നമ്മൾ വരുമ്പോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഈ മദ്യപാനം ഇവർ നിർത്തുവാണെങ്കിൽ താങ്കളുടെ പണി മുട്ടത്തില്ലയോ? അങ്ങനെയില്ല, നമ്മളൊരു ഡ്യൂപ്പ് ചെയ്തുകൊണ്ടിരുന്ന കക്ഷികൾക്ക് പറ്റിയതുപോലെ അത് ശരിക്കും അത് ട്രെൻഡിയാണ് എന്ന് പറഞ്ഞാൽ നിർത്തിയ ഒരാളായിട്ട് പുള്ളി അഭിനയിക്കും.
മദ്യപാനം നിർത്തിയ ഒരാളെ അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. പാമ്പായിട്ട് ഒരു മിനിറ്റ് മാഡത്തിനോട് കാര്യം പറയാനുള്ളത്. നിങ്ങൾ പറയുന്നത് ശരിയല്ല കേട്ടോ. കാരണം നിങ്ങൾ ആകെപ്പെടുന്ന 10,000 ആൾക്കാരുടെ ജോലിക്ക് വേണ്ടി ഈ നാട് നശിക്കണമെന്ന് നിങ്ങൾ സ്ഥാപിച്ചു വെക്കരുത്. അത് ശരിയല്ല. ഞാൻ തൊഴിലെടുക്കുന്ന സ്വാതന്ത്ര്യത്തെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്ന. അതേസമയം നിങ്ങൾ ഈ തൊഴിൽ മാത്രമേ എടുക്കൂ. കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്താണ്? കേരളത്തിലെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇന്ന ജോലി ചെയ്യാൻ വേണ്ടി പിറവിയെടുത്തവർ. അങ്ങനെ ആൾക്കാർ 60 ലക്ഷം ആൾക്കാർക്ക് കേരളത്തിന്റെ പുറത്തുനിന്ന് ഇവിടെ ജോലി ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അത് പറയരുത് നിങ്ങൾ. ഒരു നിമിഷത്തിൽ തൊഴിൽ നഷ്ടപ്പെടുമ്പോൾ അത് സാറിന് എന്റെ മാഷേ എനിക്ക് ഈ പണിയല്ല വേറെയും പണി അറിയാം. ഞാൻ ആ പണിക്ക് പോകും. നാളെ ടെലിവിഷൻ കമ്പനികളെല്ലാം ഞാൻ പട്ടിണി കിടക്കൂ. ഇല്ല, ഞാൻ വേറെ അഡ്രസ് ചെയ്യണം. ഒരു നിമിഷം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, കേരളത്തിലെ 3-3.5 കോടിയുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് 10,000 പേരുടെ പണിയല്ല പ്രധാനം, അവരുടെ ജീവിതമാണ് പ്രധാനം. സാറേ ഒരു മിനിറ്റ്, ഞാനൊരു വികലാംഗ സ്ത്രീയാണ്. വികലാംഗ എങ്ങനെ ജീവിക്കുന്നു? ഞാൻ മാത്രല്ല, എന്നെ പോലെ ഞാൻ ഈ കേരളത്തില് ഒരുപാട് വികലാംഗരെ പരിചയമുണ്ട്. അവര് പോലും എന്തും ജോലി ചെയ്തിട്ട് ജീവിക്കാനുള്ള തന്റെ ഇടത്തിലാണ് നടക്കുന്നത്. ആരോഗ്യമുള്ള ഒരാൾക്ക്, ഇത്രയും ആരോഗ്യമുള്ള ഏത് ജോലിയാണെങ്കിലും എന്തായാലും നാടിന് നന്മ ചെയ്യണ ഒരു ജോലി ചെയ്ത് ജീവിക്കാനുള്ള തന്റെ ഇടമാണ് ഉണ്ടായിരുന്നത്. ഞാൻ അപേക്ഷിക്കാണ്. നിയമവ്യവസ്ഥ അനുസരിച്ച് നിയമപരമായി ചെയ്യുന്ന ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. അതിപ്പോ നിയമത്തിനെതിരാണെങ്കിൽ അത് നമ്മൾ നാടോടുമ്പോൾ നടുവിടെ ഓടണമെന്നാണ്. ഇന്ന് ഞങ്ങളുടെ തൊഴിലില്ലായ്മ ചെയ്തിട്ട് ഞങ്ങൾ ആ പ്രശ്നം പറഞ്ഞപ്പോൾ നിങ്ങൾ പരിഹസിക്കണ്ടാവും. നാളെ സുപ്രീം കോടതി ഏതെങ്കിലും ഒരു കോടതി വിധി വരും, കക്ഷികൾക്ക് നേരിട്ട് വാദിക്കാമെന്ന്. അന്നൊരു പക്ഷേ ഞങ്ങൾ ചിലപ്പോൾ സമരം ചെയ്യാൻ വരാം. ഞാൻ ഒരിക്കലും ഒരു ഒരു തൊഴിൽ നഷ്ടപ്പെട്ടവന്റെ വികാരം മനസ്സിലാവുള്ളൂ. മറുപടി കേൾക്കാൻ ക്ഷമ കൂടി കാണിക്കും. ഒരിക്കലും കോടതി അടച്ചിട്ടാൽ വക്കീൽമാർ കക്ഷികൾ നേരിട്ട് കോടതിയിൽ പോകാൻ തുടങ്ങിയ വക്കീലിന്റെ പണി മുട്ടോന്നല്ലേ ചോദിച്ചതിന്റെ ചുരുക്കം. അതാണ് ഞാൻ തരുന്ന ഉത്തരം. പ്രതിസിദ്ധ കർമ്മം ചെയ്തുകൊണ്ട് ഞാനൊരു വരുമാന മാർഗം ഉണ്ടാക്കില്ല. പ്രതിസിദ്ധ കർമ്മം ചെന്ന ഒരു കർമ്മം ചെയ്യുക, അതിന് നേരെ വിപരീത ഫലം സമൂഹത്തിൽ ഉണ്ടാക്കി കൊടുക്കുക. ധാർമ്മിക മൂല്യമില്ലാത്ത ഒരു പ്രതിഫലമുള്ള ഒരു പണി ഞാൻ ചെയ്യില്ല. മദ്യത്തിന്റെ ലഭ്യത കുറച്ചു വന്നാൽ മാത്രമേ ഈ കുറ്റകൃത്യങ്ങൾ, ഇപ്പൊ അടുത്ത കാലത്ത് വന്ന പീഡനങ്ങൾ മുഴുവൻ 2 വയസ്സ് മുതൽ 90 വയസ്സ് വരെയുള്ളവരെ പീഡിപ്പിക്കപ്പെടുന്നു. ഇവരെല്ലാം മനോരോഗം ഈ മദ്യത്തിന്റെ ലഹരിയിൽ നിന്നാണെന്നുള്ളത് പറയുന്നുണ്ട്. മദ്യപന്മാർ തന്നെ പറയുന്നുണ്ട് ഇതിവിടെ അടുത്ത് കിട്ടിയിട്ടാണ് വാങ്ങുന്നതെന്ന് പറയുന്ന പലരുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മദ്യത്തിന്റെ ലഭ്യത കുറയണം. കോടതി പറഞ്ഞിട്ടില്ല ഈ 500 മീറ്റർ മാറ്റി സ്ഥാപിക്കാൻ, പൂട്ടാനാ പറഞ്ഞിട്ടുള്ളത്. 500 മീറ്റർ പാതയോരത്തുള്ളത്, അല്ലാണ്ട് 500 മീറ്റർ മാറ്റി സ്ഥാപിക്കാനൊന്നും കോടതി പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ എല്ലാം തിന്മയുടെ മുഖ്യ കാരണമായ ഈ മദ്യം ലഭ്യത കുറയ്ക്കുക, ഒറ്റയടിക്കില്ല, കുറച്ചുകൊണ്ടുവരുന്നുണ്ട്. ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരു വിഭാഗം മദ്യപന്റെ ഭാര്യയും മദ്യപന്റെ മക്കളുമാണ് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അനേക സ്ത്രീകൾ ആ രഹസ്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് കൗൺസിലിംഗ് രംഗത്ത്. അതുകൊണ്ട് തന്നെ ഞാനും മദ്യത്തോട് വിട പറയാൻ ഇടവന്ന് അങ്ങനെ ഒരു നിമിത്തം കൂടെയാണ്. ഇപ്പൊ പല ലഹരികളും ഇറങ്ങുമ്പോൾ അത് കഴിക്കുന്നത് പുതിയ ജനറേഷൻ ആണെങ്കിൽ നമുക്ക് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ അവിടെ നടത്തുന്ന പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റും, ആൽക്കഹോളിസം ബാധിച്ച ആൾക്കാരെ നമുക്ക് വലിയൊരു ശതമാനത്തോളം രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർ അവർ ചെറിയ കുട്ടികളാണ്. അവരെ രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് വളരെ വളരെ ദുർഘടമായിട്ടുള്ളൊരു കാര്യമാണ്. വളരെ അപൂർവം പേരാണ് പൂർണ്ണമായിട്ടും രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുമ്പോൾ ഈ പ്രശ്നത്തിനെ പരിഹരിക്കാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ബോധവൽക്കരണം തന്നെയാണ്. പക്ഷേ ഈ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ ചില പള്ളിയുടെ നേതൃത്വത്തിലോ നടത്തുന്ന ബോധവൽക്കരണത്തിന് പകരം ശാസ്ത്രീയമായിട്ടുള്ള ബോധവൽക്കരണം നടത്താനായിട്ട് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ പോലെയുള്ള സ്ഥാപനങ്ങളും സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റും മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ മെനക്കെട്ടിറങ്ങുകയാണെങ്കിൽ, അതിന് പറ്റിയ മാനസികാവസ്ഥയുള്ള സന്നദ്ധ സംഘടനകൾ ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഗ്രാസ് റൂട്ട് ലെവലിൽ നമുക്ക് പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം കൂടെ അവസാനമായിട്ട് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതായത് നമ്മുടെ പാരൻറ്റിങ്ങിലുള്ള തകരാറാണ്. കുട്ടികളെ എങ്ങനെ വളർത്തണമെന്നറിയാവുന്ന മാതാപിതാക്കൾ കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ സത്യമായിരിക്കും അത്. അങ്ങയുടെ ഒരു അനുഭവത്തിൽ, അതായത് നമ്മുടെ യങ്സ്റ്റേഴ്സ്, ഞാൻ പ്രത്യേകിച്ച് പറയുന്ന ഒരു 20-30 മധ്യ പ്രായമുള്ള ഒരു ജനസംഖ്യയിൽ പകുതിയോളം വരും ഇപ്പോൾ കേരളത്തിന്. ഏറ്റവും നല്ല കാര്യവും കേരളത്തിൽ ഏറ്റവും അപകടപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു സംഭവമാണ്. അവർ നേർവഴിക്ക് പോയില്ലെങ്കിൽ കേരളം കുട്ടിച്ചോറാവും. ഈ 50% ജനസംഖ്യ
ഒരു പുതിയ തലമുറയാണ് എന്നതുകൊണ്ട് അങ്ങ് ഇതിന് ഏത് കാഴ്ചപ്പാടല്ല വിലയിരുത്തുന്നത്? വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ ഈ കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ മൊത്തം സാമ്പത്തിക വ്യവസ്ഥ നോക്കിയാൽ 2030 ആകുമ്പോഴേക്കും ലോകത്തെ ഏറ്റവും യങ്ങസ്റ്റ് ജനറേഷനായിട്ട് ഇന്ത്യ മാറുകയാണ്. ഇത് മാറുക എന്ന് പറഞ്ഞാൽ നമ്മൾ ലോക ചരിത്രത്തിൻ്റെ വികാസം നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു രാജ്യമാണോ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ട് ചെറുപ്പക്കാരുടെ യുവനിരയുണ്ടായിരുന്നത് ആ രാജ്യമാണ് വികസിച്ചുകൊണ്ടിരുന്നത്. അത് അമേരിക്കയിലും ജപ്പാനിലും ഇപ്പോൾ അടുത്ത് ഉണ്ടായിരുന്ന ചൈന പോലും. ചൈന ഈ അടുത്ത കാലത്ത് 2 കുട്ടികൾ പാടില്ല എന്നുള്ളത് 2 കുട്ടികൾ കൊണ്ടുവന്നു. കാരണം വൃദ്ധന്മാരുടെ ഒരു നിര വന്ന കാരണമുണ്ട്. ആ രാജ്യത്തിൻ്റെ സമ്പത്തിനെ ഏറ്റവും പ്രധാനമായിട്ട് ബാധിക്കുന്നത് ഈ ചെറുപ്പക്കാരുടെ നിര തന്നെയാണ്. ഇന്ത്യ അതിലേക്ക് പുരോഗമിക്കണം. ആ സമയത്ത് ഈ യുവ നിര എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആവറേജ് ഏജ് ഓഫ് ഇനീഷ്യേഷൻ ടു ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് 12 വയസ്സാണ് ഇന്ന്. അതേസമയം ഡ്രഗിലേക്ക് കിടക്കുന്നത് 13.5 വയസ്സും. 13.5 വയസ്സിൽ ഒരു കുട്ടി. ഞങ്ങളുടെ കണക്കുകളിൽ ഞങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥർ ഞങ്ങൾ പലതും കാണുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു കുട്ടികളെ സംബന്ധിച്ചാൽ ഞങ്ങൾ പലതും കേസെടുക്കാതെ ഇന്നലെ തന്നെ രാത്രി 4 വിദ്യാർത്ഥികളെ കസ്റ്റഡി എടുത്തിട്ട് ഒരാളെ മാത്രം കേസെടുത്ത് 3 പേരെ രക്ഷകർത്താക്കളെ വിളിച്ച് ഏൽപ്പിക്കായത്. അപ്പോൾ 4 കേസ് ഇന്നലെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എന്നർത്ഥം. അപ്പോൾ ഈ കുട്ടികൾ രാജ്യത്തിൻ്റെ സമ്പത്താവേണ്ട ഈ കുട്ടികൾ ആരോഗ്യമില്ലാത്ത ഒരു രാജ്യത്തിന് ഡിസ്ക്രെഡിറ്റ് ആയിട്ട് മാറുന്ന അവസ്ഥയാണ്. കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ വരുന്ന തലമുറയാണ്. നമ്മുടെ ഡേഞ്ചറസ് ആണ്. ഞാൻ പറയുന്നത് അവർക്ക് ബ്യൂറേജിന്റെ ക്യൂവിൽ പോയി നിൽക്കാൻ പറ്റില്ല, നിന്നാൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് അവൻ മറ്റു മാർഗ്ഗങ്ങൾ തേടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഏരിയയാണ്. സ്കൂൾ ലെവലിലായാലും നമ്മുടെ മക്കളുടെ കൂട്ടുകാരാരാണെന്ന് നമ്മൾ അറിയണം, അവരെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കണം. അവരുമായിട്ട് ചങ്ങാത്തം കൂടുന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ അന്വേഷിക്കണം. അത് അന്വേഷിക്കാത്തതിൻ്റെയും അവരെക്കുള്ളിൽ നമ്മുടെ മക്കളെ നമുക്ക് കൂടുതൽ വിശ്വാസമാണ്. ആ വിശ്വാസത്തിനപ്പുറത്ത് നിന്ന് വെച്ച് അവരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കടമ നമുക്കുണ്ട്. അത് ചെയ്യാത്തതിൻ്റെ ഒരു വലിയ കുഴപ്പം ഇവിടെ കിടപ്പുണ്ട്. ഞങ്ങളുടെയൊക്കെ നാട്ടിലെ അമ്മമാർ പറയാറുണ്ട്, എത്രയോ നല്ല മനുഷ്യര് ഇടിവെട്ടേറ്റ് മരിക്കുന്നു, എത്രയോ നല്ല മനുഷ്യർ വണ്ടി കയറി മരിക്കുന്നു, എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ഈ കാലമാടം മാത്രം മരിക്കില്ലല്ലോ എന്ന് ഒരമ്മ പറയുന്നുണ്ടെങ്കിൽ ആ അമ്മയുടെ പുറകിൽ എന്തുമാത്രം വേദന ആ കുടുംബത്തിന് സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ശാപവും ഈ കണ്ണീരും മേടിക്കുന്ന ആ ഒരു തൊഴിൽ, ആ തൊഴിലിൽ നിന്ന് കിട്ടുന്ന ശമ്പളം വേണ്ട എന്ന് വയ്ക്കാനായിട്ട് മാഡം പറഞ്ഞ പോലെ ഈ മഹാപാപം ചെയ്തുകൊണ്ടുള്ള ശമ്പളം എനിക്ക് വേണ്ടാന്ന് വയ്ക്കാനായിട്ടുള്ള ഒരു മനസ്സാണ് നമ്മൾ ആദ്യം കാണിക്കേണ്ടത്. ഇന്നലെ ഈ കഴിഞ്ഞ വർഷം എനിക്ക് പറയാം ഞാൻ ഒരു മദ്യപാന്റെ മോനായിരുന്നു പറയാം. പക്ഷേ ഈ വർഷം എനിക്ക് പറയാം ഞാൻ ഒരു മദ്യപാന്റെ മോനല്ല. കാരണം ഒരു വർഷമായിട്ട് എൻ്റെ അപ്പൻ പുകവലിക്കുന്നില്ല, മദ്യപിക്കുന്നില്ല. അതിന് ഞങ്ങളെ കുടുംബം വീട്ടിലെ അപ്പനും അമ്മയും ഞാനും അനിയനും അടക്കം ഞങ്ങൾ എല്ലാവരും കൂടെ തന്ത്രപൂർവ്വം അതിനെ പ്രതിരോധിക്കുകയും ചെയ്തത്. കാരണം അവരെ നമ്മളെ എൻ്റെ അമ്മ എന്നൊക്കെ പറയുന്നു ഈ കാലമാട് അങ്ങനെയുള്ള രീതി പറയായിരുന്നു. പക്ഷെ ഇപ്പൊ പറയുന്നില്ല. ഇപ്പൊ ഞങ്ങൾ സ്നേഹിക്കുവാണ്. ഞങ്ങൾ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അതിന്റെ കാരണം മദ്യത്തെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനുള്ള ഒരു ശക്തമായ തീരുമാനം ഞങ്ങൾ വരെ തന്ത്രപൂർവ്വം എടുത്തു. ഞാനിന്ന് സംസ്ഥാനത്ത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകനാകാനുള്ള കാരണം ഒരു ഈ മദ്യവുമായി ബന്ധപ്പെട്ടൊരു കഥയുണ്ട്. എൻ്റെ അച്ഛനും 2 സഹോദരങ്ങളും നല്ല മദ്യപാനികളാണ്, ഏറ്റവും വലിയ മദ്യപാനികളാണ്. അത് ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ മദ്യപിച്ച് അമ്മയെ മൃഗീയമായി മർദ്ദിക്കുന്നത് കണ്ട് സങ്കടപ്പെട്ട് ചെറുപ്പത്തിൽ ഞാൻ ഒരിക്കലും മദ്യപിക്കില്ലെന്നും ഇവരെക്കാൾ ഈ മദ്യപാനികളായിട്ട് ഈ വഴക്കുണ്ടാക്കുന്നതിനേക്കാൾ നല്ല അഭിപ്രായം പറയിപ്പിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് പ്രവർത്തിച്ചുകൊണ്ടാണ് ഇന്ന് ഈ സംസ്ഥാനത്ത് അറിയപ്പെടുന്ന ഒരാളായി വന്നത്. മാഡത്തിന്റെ വീടിന്റെ അടുത്ത് കട വന്നു തടയുന്ന എന്തുകൊണ്ടാണെന്നറിയോ? ഈ ക്യൂ അവിടെ ഉണ്ടാകുന്ന തിരക്കാണ്. അത് ഒഴിവാക്കാനായിട്ട് ഇപ്പം ബാറുകളൊന്നുമില്ല. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും ബീവറേജസ് കോർപ്പറേഷന്റെ ഓരോ ഔട്ട്ലെറ്റ് ഉണ്ടാക്കുക. തിരുവല്ലയിലെ ഗവൺമെന്റ് സ്ഥലത്ത് തന്നെ 8 കൗണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ മന്നം ഷുഗർ ഫാക്ടറിയിൽ എന്ന് പറഞ്ഞ പോലെ എല്ലാ പഞ്ചായത്തിലും ഓരോ അല്ലെങ്കിൽ റേഷൻ കൂടെ വിതരണം ചെയ്യുക. ഈ തിരക്കും ഒഴിവാക്കുക, മദ്യപിക്കണമെന്ന് ആവശ്യമുള്ള പോയി വാങ്ങുക. ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഏതായാലും ലഹരിയെക്കാട്ടിലും കുറവാണ് അപകടം മദ്യത്തിൽ നിന്ന് മനസ്സിലായി. ഈ ഫോറിൻ ലിക്കറിനോട് മാത്രമേ ഇവർക്കെതിരുള്ളൂ. ഇവിടെ വിൽക്കുന്ന കള്ളുഷാപ്പിൽ വിൽക്കുന്ന എന്താ? കള്ളുഷാപ്പിൽ വിൽക്കുന്ന കള്ളാണോ? അല്ല, വിഷമദ്യമാണ്. ആകെ 2-3 ലക്ഷം കള്ളാണ് ഇവിടെ ചെത്തുന്നത്. ഇവിടെ കേരളം മുഴുവൻ വിൽക്കുന്നത് വിഷമദ്യമാണെന്നറിയാം. അത് കുടിക്കാൻ കൊടുക്കുക. അതിനെക്കാട്ടും നല്ലത് ലോകത്തിൽ ഏറ്റവും മോശപ്പെട്ട മദ്യം വിൽക്കുന്നത് കേരളത്തിലാണ്. ടൂറിസം ഈ ബാറുകൾ അടച്ചതിന് ശേഷം കുറയുന്നു, അപ്പാടെ തകർന്നിരിക്കുന്നു എന്നാണ് പറയുക. ഞാൻ വിവരാവകാശ നിയമം അനുസരിച്ച് 2005 അപേക്ഷ കൊടുത്തു. എനിക്ക് കിട്ടിയ റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. ഈ 730 ബാറുകൾ അടച്ചതിന് ശേഷം കേരളത്തിലെ ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ എണ്ണം 8%, വിദേശ സഞ്ചാരികളുടെ എണ്ണം 5%-ലേറെയും വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് കണക്കുകൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഏറ്റവും കൂടുതൽ മേൽത്തരം മദ്യമുണ്ടാക്കുവാൻ സൗകര്യമുള്ളത്, സർവതന്ത്ര സ്വാതന്ത്ര്യത്തോടു കൂടി കുടിക്കുവാൻ സൗകര്യമുള്ളതായ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ എത്തുന്ന വിദേശ സഞ്ചാരികൾ, വിനോദസഞ്ചാരികൾ മാടക്കടയിലെ മദ്യം കഴിക്കാനാണ് വരുന്നത് എന്ന് പറയുന്നത് ബുദ്ധിക്കോ യുക്തിക്കോ ചേർന്നതല്ല. ഒരു കാര്യം മനസ്സിലാക്കണം, അവർ
കേരളത്തിൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കാവുന്ന, ഇന്ന് മദ്യത്തിൻ്റെ നാടെന്ന് വേണമെങ്കിൽ പറയാം, സ്വന്തം നാടെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ വരുന്നത് ഇവിടുത്തെ പ്രകൃതി രമണീയത കാണാനാണ്. ആ സത്യം മനസ്സിലാക്കണം. തിരുമനസിനോട് എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. തിരുമനസ് ശ്രീലങ്കയിൽ ഒന്ന് പോകണം. അവിടെ പോയാൽ തിരുമനസിനൊരു യാഥാർത്ഥ്യം മനസ്സിലാവും. കേരളത്തിന്റെ ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് അങ്ങോട്ട് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കോറസ്പിക്കോപ്പ പറഞ്ഞു ആഭ്യന്തര ടൂറിസം 28% വർദ്ധിച്ചെന്ന്. അതിന്റെ മുന്നോട്ടുള്ള കണക്ക് നോക്കണം. ഈ സർക്കാർ ഇതിനുവേണ്ടി പരസ്യത്തിന് മുടക്കി എത്ര കോടി രൂപയാണെന്ന് അറിയാം. അന്നേരം അവർ ഉദ്ദേശിച്ചത് 40% ആഭ്യന്തര ടൂറിസം വളർത്താനും വിദേശ ടൂറിസം വളർത്തുന്നത് 30%. അതാണ് പറഞ്ഞത്. അല്ലാതെ കഴിഞ്ഞ വർഷത്തെക്കാളും കണക്ക് 5%, 8% കൂടിയെന്നല്ല. അതിന് മുന്നിലത്തെ വളർച്ചാ നിരക്ക് നോക്കണം. സമ്മതിച്ചത്. പക്ഷേ ഗവൺമെന്റ് ടാർഗറ്റ് ചെയ്തിരുന്നത് 40-ഉം 50-ഉം ആയിരുന്നു. അതെ, അല്ലാതെ മുന്നിലത്തെ വളർച്ചാ നിരക്ക് നോക്കട്ടെ. മാമൊക്കെ പുറം ലോകം പോയി കേരളത്തിന്റെ ഒരു അതിര് മായിച്ച് സ്വന്തമായിട്ടൊരു നെയിം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ച ആളാണ്. ഒരു തൊഴിലും കണ്ടുപിടിച്ചു. അതൊക്കെ ആണെങ്കിലും ഞാൻ മലയാളിയാണ്. അല്ല, അതിൽ മാം അഭിമാനം കൊള്ളുന്നു. അതല്ലേ എന്റെ അംബിക പിള്ള. I'm very proud to be a Malayali. ഞാൻ കേരളത്തിനെ പറ്റി നല്ലതേ പറയാൻ പാടുള്ളൂ മാം. You are the ambassadors. അതൊക്കെ തന്നെ. ബട്ട് ഇവിടെ വരുമ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം. പക്ഷേ എനിക്കുണ്ടല്ലോ മാം, ഞാൻ വേറെ ഈ പറഞ്ഞ ഒരു ശുഭാപ്തി വിശ്വാസക്കാരനാണ്. കുറച്ച് കാലം മുമ്പ് ഞാൻ വിചാരിച്ചു എന്തോ നമുക്ക് താളം തെറ്റുന്നു എനിക്കൊരു സംശയമുണ്ട്. ഞാൻ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഞാൻ ഫേസ്ബുക്ക് ലൈവ് ചെയ്യാറുണ്ട്. മാം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഈ ഫേസ്ബുക്കിൽ, കാരണം ഇതുവരെ എല്ലാം ഞാൻ ഈ കാണുമ്പോൾ 40+ ഉള്ള ആൾക്കാരോടായിരുന്നു സംസാരിക്കുന്നത്. അവരുടെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് ഇപ്പോൾ വിട്ടു. ഇപ്പോൾ ഫേസ്ബുക്ക് ലൈവ് ചെയ്ത് നോക്കിയപ്പോഴാണ് എല്ലാം 20 to 24 ഏജ് ഗ്രൂപ്പിനോട് സംസാരിച്ചപ്പോഴാണ് അവരുടെ ഒത്തിരി ഐഡിയാസ് ഉണ്ട്. അവരിൽ ഒരു ചെറിയ പക്ഷമാണ് ഈ വഴി മാറിപ്പോകുന്നത്. ഇവരൊക്കെ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ പകുതി മാറും. പക്ഷേ അതേസമയം ഈ പിള്ളേരെ പറഞ്ഞ് വഴിയിലാക്കുന്ന ഒരു വലിയ മാഫിയ സംഘം എറണാകുളം പോലെയുള്ള നഗരങ്ങളിൽ ഉണ്ടെന്നുള്ള സത്യമാണ്. ഇവനെയൊക്കെ പിടിച്ച് അകത്തിടേണ്ട സമയം കഴിഞ്ഞു. ഡ്രഗ്സ് ആൻഡ് ഡ്രിങ്കിങ്. All right. The drugs start വളരെ ചെറുപ്പത്തിൽ ഇപ്പം സ്കൂളിലേക്ക് തുടങ്ങി. And ഒരു like 13 now he says 13 തൊട്ട് 40-50 വരെ drinking starts ആ ഏജിൽ and goes on till you die. You understand? I mean that is the and also നമ്മളുടെ ഞാൻ ചോദിച്ചു നമ്മുടെ റൂട്ട് കോസ് എന്തുവാണ് ഡ്രിങ്കിങ് ഇൻ കേരള. എന്തോന്നാണ് റൂട്ട് കോസ്? What is it? Because ഇവിടെ കുറെ തെങ്ങുണ്ട്, അതുകൊണ്ട് നമുക്ക് കല്ലെടുക്കാൻ പറ്റുന്ന അവിടെ അതല്ലല്ലോ. അല്ല, സോ നമ്മൾ ഈ മരം വലുതായിട്ട് മുകളിൽ വെച്ച് ചോപ്പ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ലൈക് സുപ്രീം കോർട്ട് സേസ് എല്ലാം അടച്ചു പൂട്ട് മറ്റത് മറിച്ച് പുതിയ കുറെ ബ്രാഞ്ചസ് വന്ന് മുഴുവനും ഇറ്റ്സ് ഓൾ ഗോയിങ് ഓൾ ഓവർ ദ പ്ലേസ്. മാമിന്റെ വലതുവശത്ത് ഈ മനുഷ്യൻ തന്നെ ഒരു മോഡലാ. ഇത്രയും അന്തസ്സോടെ മദ്യത്തെ അനുകൂലിച്ച് സംസാരിക്കുന്നുണ്ടെന്നറിയോ? ഒരു മകളേ ഉള്ളൂ. ആ കുട്ടി ഈ പറയുന്ന ഒരു അസുഖവും ഇല്ല. പിന്നെ ധൈര്യമായിട്ട് പറയാനൊരു പിതാവെന്നുള്ളതല്ലേ ബാക്കിയുള്ളവർക്ക് വേണ്ടി. ഇതുപോലുള്ള പിതാക്കന്മാർ കേരളത്തിൽ കുറെ ഉണ്ട്. അത് മതിയല്ലേ? എന്റെ രണ്ട് സൈഡിലും ഐ തിങ്ക് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആയിരുന്നു കേൾക്കാനും എല്ലാം. ബട്ട് ഓൾസോ ഐ തിങ്ക് നമ്മുടെ റൂട്ട് കോസ് കണ്ടുപിടിച്ചിട്ട് വി ഹാവ് ടു സ്റ്റാർട്ട് ട്രീറ്റിംഗ് ഇറ്റ് ഫ്രം ദേ, നോട്ട് മോളിൽ നിന്ന് വെട്ടി കളഞ്ഞിട്ട് പിന്നെ ട്രൈങ് to cure the problem. നാട് എങ്ങനെ പോയാലും എനിക്കും എൻ്റെ പിള്ളേർക്കും കുഴപ്പമില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ആ ചിന്ത നിങ്ങൾ മാറ്റേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ നാട് അപകടം പിടിച്ച വഴിയിലേ പോകൂ. മറ്റു വിഷയവുമായി ഇനി അടുത്ത ആഴ്ച ഇതേ സമയം. ഗുഡ് ബൈ.